അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ ദിവസം സമസ്ത AP വിഭാഗം അതിൻ്റെ വലിയ ബുദ്ധിജീവിയും പ്രഭാഷകനുമായി അറിയപ്പെടുന്ന മാളിയേക്കൽ സഖാഫിയുടെ ഒരു സംസാരം കേൾക്കാനിടയായി. സമസ്തയുടെ യഥാർത്ഥ പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ ആ പ്രഭാഷണം അത് കേട്ട് ഞാൻ ഒരുപാട് ചിരിച്ചുപോയി. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കി. ഇപ്പോഴും വേണമെങ്കിൽ 100 എണ്ണത്തിന് ഉണ്ടാക്കാൻ പറ്റും. 100 ഈ 100ന്റെ ആഘോഷമാണ്. സിറാജ് ഉള്ളത്, SYS ഉള്ളത്, SSF ഉള്ളത്, കൊടിയുള്ളത്, 70 ഉള്ളത്, 50 ഉള്ളത്, പതാകയുള്ളത്. ഇദ്ദേഹത്തിന്റെ ഈ സംസാരം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, പണ്ടൊരു വീട്ടിൽ കള്ളൻ കയറി. ആ കള്ളൻ ആ വീട്ടിൽ നിന്ന് ആ വീട്ടിലുള്ള ടേബിളും കസാരയും അതുപോലെ തന്നെ ചെമ്പും പാത്രവും ഒക്കെ അടിച്ചുകൊണ്ട് പോയി. സാധാരണ കള്ളന്മാര് കട്ടെടുത്ത മുതൽ അവനാൻ ഉപയോഗപ്പെടുന്ന രൂപത്തിൽ വകയിരുത്താറാണ് പതിവ്. ഈ കള്ളൻ പക്ഷെ ഒരു AP സമസ്തക്കാരനായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഈ കള്ളൻ പിറ്റേ ദിവസം ഈ വീടിന്റെ മുന്നിൽ വന്ന് നാട്ടുകാരോട് എല്ലാവരോടും പറഞ്ഞു, ഇനി മുതൽ ഈ വീട് എന്റേതാണ്. തെളിവ് ചോദിച്ചപ്പോൾ ആ കള്ളൻ അവർക്ക് മുന്നിൽ നിരത്തിയത് ഈ വീട്ടിലുള്ള ഇതുവരെ ഉണ്ടായിരുന്ന ടേബിളും കസാരയും അതുപോലെ തന്നെ ചെമ്പും പാത്രമൊക്കെ എന്റെ കയ്യിലാണുള്ളത് എന്നുള്ള ആ കഥയാണ് യഥാർത്ഥത്തിൽ മാളിയേക്കൽ സഖാഫിയുടെ ഈ സംസാരം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. മാളിയേക്കൽ സഖാഫി, നിങ്ങൾ സമസ്തയുടെ പാരമ്പര്യമാണല്ലോ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഷംസുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത കേസരിയെ മാറ്റിവെച്ചുകൊണ്ട് സമസ്തയുടെ ചരിത്രം പറയൽ സാധ്യമല്ലല്ലോ. എന്നാൽ നിങ്ങൾ പറഞ്ഞു തരൂ, ഷംസുൽ ഉലമയുടെ എന്ത് പാരമ്പര്യമാണ് നിങ്ങൾക്ക് ഇന്ന് അവകാശപ്പെടാനുള്ളത്? ഷംസുൽ ഉലമ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ ആദർശ പുരുഷനെ അങ്ങേയറ്റം നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്ത് ഷംസുൽ ഉലമയുമായി കലഹമുണ്ടാക്കി ആ സമസ്ത മുഷാവറയിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും സമാന്തര മുഷാവറ മറ്റൊരു സമസ്തയുണ്ടാക്കുകയും ചെയ്ത ആളുകളാണ് നിങ്ങൾ. എന്നിട്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ സമസ്തയുടെ യഥാർത്ഥ സമസ്തയുടെ പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നത്? അതിന് എന്ത് അർഹതയാണ് നിങ്ങൾക്കുള്ളത്? അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം, ഷംസുൽ ഉലമയുമായി നിങ്ങൾ കലഹിക്കാനുണ്ടായ ശറായിയായ കാരണം എന്തായിരുന്നു? ഷംസുൽ ഉലമക്ക് ശറായിൽ എന്ത് പിഴച്ചതിന്റെ പേരിലാണ് നിങ്ങൾ ഷംസുൽ ഉലമയുമായി കലഹമുണ്ടാക്കി മറ്റൊരു സമാന്തര സമസ്തയുണ്ടാക്കിയത്? നിങ്ങൾ ഈ സമൂഹത്തോട് വ്യക്തമാക്കി തരണം. അപ്പൊ ഷംസുൽ ഉലമയെ പോലെയുള്ള പണ്ഡിത മഹത്തുക്കൾ നേതൃത്വം നൽകിയ സമസ്തയുടെ യഥാർത്ഥ പാരമ്പര്യം അവകാശപ്പെടാൻ AP സമസ്തക്ക് ഒരു അധികാരവുമില്ല. എന്നിട്ടാണ് ഞങ്ങളുടെ കയ്യിൽ ആ കടലാസ് ഉണ്ട് ഈ കടലാസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ വെറുതെ വീമ്പളക്കുന്നത്. അതോടൊപ്പം തന്നെ അയാൾ അവരുടെ കയ്യിൽ മറ്റെന്തോ ഉണ്ട് എന്ന് കൂടി പറയുന്നു. അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. അതിനൊക്കെ പുറമെ അചഞ്ചലമായ ആദർശമുള്ള 100, അചഞ്ചലമായ ആദർശമുള്ള 100, ഈ 100ആണ് നമ്മൾ ആഘോഷിക്കുന്നത്. എന്തുണ്ട് എന്നാണ് അയാൾ പറയുന്നത്? അചഞ്ചലമായ ആദർശം. സുന്നത്ത് ജമാഅത്തിന്റെ അചഞ്ചലമായ ആദർശം AP സമസ്തയിലുണ്ട് എന്ന് AP സമസ്തക്കാർ പോലും അവകാശപ്പെടാത്ത കാലാണിത്. അചഞ്ചലമായ ഒരു ആദർശമോ വിശ്വാസമോ അവകാശപ്പെടാനില്ലാത്ത വെറും പുറം മോടികൾ കൊണ്ട് മാത്രം കെട്ടിപ്പടുത്തുണ്ട ഒരു സംഘടനയായി AP സമസ്ത അധപ്പതിച്ചിരിക്കുന്നു എന്നത് ഒരു പകൽ വെളിച്ചം പോലെ പരസ്യമായ ഒരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അധികാരം അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൈമാറും. അങ്ങനെ കൈമാറിയാൽ അള്ളാഹുവിന്റെ ആ അധികാരം അള്ളാഹുവിന് വേണ്ടി നടപ്പിലാക്കുന്നത് മഹത്തുക്കളായ അമ്പിയാക്കളാണ്, ഔലിയാക്കളാണ്, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരാണ് എന്ന മഹത്തായ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ച ആശയം, ആദർശം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കഴിവും നൽകിയ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ ഹബീബായ തങ്ങൾ ഒന്നിനും കഴിയാത്ത ഒരാളാണ്, ഒരു സഹായവും നമുക്ക് ചെയ്തു തരാൻ പറ്റാത്ത ഒരാളാണ് എന്നുള്ളതാണ് AP സമസ്തയുടെ വിശ്വാസം. ഇതാണോ അഹ്ലുസുന്നയുടെ അചഞ്ചലമായ ആദർശം? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരിക്കലും നിഴൽ കണ്ടിരുന്നില്ല എന്നതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം. എന്നാൽ AP സമസ്ത പറയുന്നു ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇടയ്ക്കിടെ നിഴൽ കാണാറുണ്ട്. അതുപോലെ തന്നെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശരീരത്തിന്റെ പവിത്രത കൊണ്ട് അവിടുത്തെ വസ്ത്രത്തിൽ പോലും ഈച്ചയിരിക്കാറുണ്ടായിരുന്നില്ല എന്നാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. എന്നാൽ AP സമസ്ത പറയുന്നു അങ്ങനെയല്ല, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ ചിലപ്പോഴൊക്കെ ഈച്ചയിരുന്നേക്കാം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷാറു മുബാറക്ക്, പരിശുദ്ധമായ തിരുകേശം, അത് തീയിൽ ഇട്ടാൽ കരിയുമെന്നാണ് നിങ്ങളുടെ വിശ്വാസം. ഇതൊക്കെയാണോ അചഞ്ചലമായ അഹ്ലുസുന്നയുടെ ആദർശം? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി ഈ ഉമ്മത്തിന്റെ കാവൽക്കാരായി തിരഞ്ഞെടുത്ത അഹ്ലുബൈത്ത് റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ അഹ്ലുബൈത്തിനെ പ്രത്യേകം മഹബത്ത് വെച്ച് ലീ ഖംസത്തുൻ ഉത്ഫി ബിഹാ ഹർറൽ വബാഇൽ ഹാതിമ അൽ മുസ്തഫ വൽ മുർതള വബ്നഹുമ വൽ ഫാത്തിമ എന്ന മഹത്തായ പദ്യം, ആ മഹത്തായ ബൈത്ത് അത് ചൊല്ലിയാൽ ഷിയയാകുമെന്നാണ് AP സമസ്തയുടെ വിശ്വാസം. ഇത് അചഞ്ചലമായ അഹ്ലുസുന്നയുടെ ആദർശത്തിൽപ്പെട്ടതാണോ?
മഹാനരായ സയ്യിദുന ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അഹ്ലുബൈത്തിനെ എല്ലാം കൊലക്ക് കൊടുത്തവരാണ് എന്നാണ് AP സമസ്തയുടെ വിശ്വാസം. അതുപോലെ തന്നെ മഹാനരായ സയ്യിദുന ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടേണ്ടവർ തന്നെയാണ് എന്നുള്ളതാണ് AP സമസ്തയുടെ വിശ്വാസം. അത് അവർ എഴുതിക്കൊണ്ടിരിക്കുന്നു, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണോ അഹ്ലുസുന്നയുടെ അചഞ്ചലമായ വിശ്വാസം എന്ന് പറയുന്നത്? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, അതിന്റെ നെടും തൂണുകളായ മഹത്തുക്കളായ മശായിഖന്മാർ, ആ മശായിഖന്മാരിൽ എല്ലാ കാലത്തും വരുന്ന മശായിഖന്മാരിൽ വിശ്വസിക്കേണ്ടതില്ല എന്നാണ് നിങ്ങളുടെ AP സമസ്തയുടെ വിശ്വാസം. ആ മശായിഖന്മാർക്ക് ഒരു കഴിവുമില്ല എന്നാണ് നിങ്ങളുടെ വിശ്വാസം. ആ മശായിഖന്മാരെ വിളിച്ച് സഹായം തേടുന്നത് അത് ശരിയായ അദബല്ല എന്നാണ് AP സമസ്തയുടെ വിശ്വാസം. ഇതൊക്കെയാണോ അചഞ്ചലമായ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം? അതുപോലെ തന്നെ മഹാനരായ ശൈഖുൽ മശായിഖ് ഖുതുബുൽ ആലം സയ്യിദുന മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ അങ്ങേയറ്റം നിങ്ങൾ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു, നിന്ദിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ വഴിയിൽ വന്ന മഹത്തുക്കളായ മശായിഖന്മാരെ നിങ്ങൾ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണോ മാളിയേക്കൽ സഖാഫി സുന്നത്ത് ജമാഅത്തിന്റെ അചഞ്ചലമായ ആദർശം എന്ന് പറയുന്നത്? അപ്പൊ അഹ്ലുസുന്നയുടെ ആദർശവും നിങ്ങൾക്ക് അവകാശപ്പെടാനില്ല, സമസ്തയുടെ പാരമ്പര്യമോ ശംസുൽ ഉലമയുടെ പാരമ്പര്യമോ നിങ്ങൾക്ക് അവകാശപ്പെടാനില്ല. പിന്നെ നിങ്ങൾ അവകാശപ്പെടുന്നത് മറ്റെന്തോ ഒന്നുകൂടി ഉണ്ട് എന്ന് അയാൾ പറയുന്നു. അതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇപ്പോഴും വേണമെങ്കിൽ 100 എണ്ണത്തിന് ഉണ്ടാക്കാൻ പറ്റും 100. ഈ 100ന്റെ ആഘോഷമാണ് സിറാജ് ഉള്ളത്, SYS ഉള്ളത്, SSF ഉള്ളത്, കൊടിയുള്ളത്, 70 ഉള്ളത്, 50 ഉള്ളത്, പതാകയുള്ളത്, സുൽത്താനുൽ ഉലമയുള്ളത്. എന്താണ് അയാൾ പറയുന്നത്? അവിഭക്ത സമസ്തയുടെ മുഷാവറയിൽ ഉണ്ടായിരുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവരുടെ കൂടെയുണ്ട്. അവരെ കാന്തപുരം ഉസ്താദിനെ ഇവർ പിന്തുടരുന്നു. കാന്തപുരം ഉസ്താദാണ് ഞങ്ങളുടെ നേതാവ്, അതുകൊണ്ട് തന്നെ സമസ്തയുടെ പാരമ്പര്യം ഞങ്ങൾക്കാണ് എന്നാണ് മാളിയേക്കൽ സഖാഫിയുടെ അടുത്ത കോമഡി. യഥാർത്ഥത്തിൽ AP സമസ്തക്കാരായ ആളുകളോട് ഉള്ളു തുറന്ന് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ വലിയ പേരുകളിട്ട് വിളിക്കുന്ന ഈ പറയുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? മനസ്സ് തൊട്ട് ഉണ്ട് എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര ആളുകളുണ്ട്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ നേതാവായി അംഗീകരിക്കുന്നു, അദ്ദേഹത്തെ പിന്തുടരുന്നു എന്ന് പറയുന്ന ആളുകളോടാണ് എന്റെ ചോദ്യം. ആ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാവിധ അർഹവും അനർഹവുമായിട്ടുള്ള പേരുകളും സ്ഥാനനാമങ്ങളും ഒക്കെ മാറ്റിവെച്ച്, അതുപോലെ നിങ്ങൾ അണിയിച്ച് നൽകിയിട്ടുള്ള എല്ലാവിധ മുൾ കിരീടങ്ങളും അഴിച്ചു വെച്ച് നിങ്ങൾ പറയുന്ന ആലങ്ങാപ്പുയിൽ അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം ഉസ്താദ് അദ്ദേഹം ശിരസ്സുകുനിച്ചു വന്നിരുന്നിട്ടുണ്ട് ഞങ്ങളുടെ വന്യരായ ശൈഖുനായുടെ അടുത്ത്. അതുപോലെ കാലം പോറ്റുന്ന മഹത്തുക്കളായ മശായിഖന്മാരിൽ അവരുടെ തലവൻ ആ മഹാസവിധത്തിൽ വന്നിരുന്നിട്ടുണ്ട് നിങ്ങളുടെ നേതാവെന്ന് നിങ്ങൾ പറയുന്ന കാന്തപുരം ഉസ്താദ്. ആ ഹദറത്തിനെ കുറിച്ച് ഒരു നല്ല ചിന്ത നിങ്ങളുടെ മനസ്സുകൊണ്ടെങ്കിലും ചിന്തിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? പിന്നെ ഏത് നേതാവിനെ കുറിച്ചാണ്, ഏത് കാന്തപുരം ഉസ്താദിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? എന്ത് അർഹതയുണ്ട് നിങ്ങൾക്കതിന്? നിങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ആ മഹാനരായ ഹദറത്തിനെ കുറിച്ച് നിങ്ങൾ ഇന്നും ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു, അവരെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് എങ്ങനെയാണ് നിങ്ങൾ കാന്തപുരം ഉസ്താദ് നിങ്ങളുടെ നേതാവാണെന്ന് പറയുന്നത്? അതിനും നിങ്ങൾക്ക് അർഹതയില്ല. അപ്പൊ കാന്തപുരം ഉസ്താദില്ല, സമസ്തയുടെ പാരമ്പര്യമില്ല, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അചഞ്ചലമായ ആദർശമല്ല. എന്നാൽ തന്റെ ഇടമുള്ള ഒരു കെട്ടുറപ്പുള്ള ഒരു നേതൃത്വം ഇവർക്കുണ്ടോ? AP സമസ്തക്ക് കെട്ടുറപ്പുള്ള ഒരു നേതൃത്വമുണ്ടോ? നമ്മളിപ്പോ ഇത്രയും കാര്യങ്ങൾ ഇവരുടെ ആദർശത്തിലുള്ള വീഴ്ചകൾ നമ്മൾ എണ്ണി എണ്ണി പറഞ്ഞിട്ട് അതിനോടൊന്ന് തന്റെ ഇടത്വത്തോടു കൂടി പ്രതികരിക്കാൻ AP സമസ്തയിൽ ധൈര്യമുള്ള നേതാക്കൾ ആരാളുള്ളത്? നമുക്കൊക്കെ അറിയാം. നമ്മുടെയൊക്കെ ഉസ്താദുമാർ മഹത്തുക്കളായ മശായിഖന്മാരുടെ നിർദ്ദേശത്തിൽ പ്രിയപ്പെട്ട ഹസനി ഉസ്താദും അൻവരി ഉസ്താദും തൊഴിയൂർ ഉസ്താദുമെല്ലാം പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ വഴി പരിചയപ്പെടുത്തിയിട്ടുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ നമ്മളൊക്കെ വലിയ സന്തോഷവാന്മാരാകാറുണ്ട്, ആവേശഭരിതരാകാറുണ്ട്. എന്നാൽ അത്തരം ഒരു സാഹചര്യം പോലും ഇവർക്കില്ലല്ലോ. ഇവരുടെ സുന്നത്ത് ജമാഅത്ത് പറയുന്ന നേതാക്കളാരാ ഇന്നുള്ളത്? എന്നിട്ട് ഇവരുടെ സാധുക്കളായ അടിമകൾ, സംഘടനാ ഭക്തർ, ആരാധകന്മാർ ഇവരെങ്ങനെയാണ് ഇപ്പൊ സന്തോഷം കണ്ടെത്തുന്നത്? എങ്ങനെയാണ് ഇവർ ആവേശം കൊള്ളുന്നത്? നിലപാട് പറയാൻ നേതാക്കളില്ല, മറിച്ച് സോഷ്യൽ മീഡിയയിൽ കിടന്ന് മെഴുകുന്ന ചില സോഷ്യൽ മീഡിയ പുഴുക്കുത്തുകളുണ്ട് ഇവർക്ക്. അവരുടെ സംസാരങ്ങൾ എന്തോ വലിയ സംഭവമായി കണ്ട് അതുകൊണ്ട് തൃപ്തി അടയേണ്ടി വരുന്ന സാഹചര്യം ഇവർക്ക് വന്നുപെട്ടു. ഞാൻ ആലോചിക്കുന്നത്, ഒരു കാലത്ത് അൻവരി ഉസ്താദിന്റെയും തൊഴിയൂർ ഉസ്താദിന്റെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹസനി ഉസ്താദിന്റെയും ഒക്കെ ആദർശ പ്രഭാഷണങ്ങൾ കേൾക്കാൻ ഭാഗ്യമുണ്ടായിരുന്ന ഒരു ടീമായിരുന്നല്ലോ ഇവർ. അതല്ലെങ്കിൽ തൊട്ടു മുമ്പ് ബഹുമാനപ്പെട്ട അണ്ടോണോ ഉസ്താദിന്റെയും പാറന്നൂർ PP ഉസ്താദിന്റെയും എല്ലാം നിലപാടുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളല്ല ഇവര്. ഇന്ന് ഇവർക്ക് എവിടെ നേതൃത്വം? എവിടെ നിലപാട് പറയുന്ന തന്റെ ഇടമുള്ള നേതൃത്വം ഇന്ന് ഇവർക്കില്ല. ഇപ്പൊ ഇവര് വലിയ പേരിട്ട് വിളിക്കുന്ന ഇവരുടെ നേതാക്കൾ അവർ കാലപ്പഴക്കം കൊണ്ട്, അതല്ലെങ്കിൽ നേരത്തെ ഇവരുടെ സംഘടനയുടെ
ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ എത്തപ്പെട്ടതുകൊണ്ട് നേതാക്കളായി എന്നേ ഉള്ളൂ. സമസ്ത മുഷാവറ ഇന്നത്തെ സാഹചര്യത്തിൽ പുനഃസംഘടിപ്പിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മോഹിനിയാട്ടവും കഥകളിയും ഒരുമിച്ച് അവതരിപ്പിക്കുന്ന അൻസാരി സുഹരി ആയിരിക്കും അതിന്റെ സെക്രട്ടറി. ഒരു വെളിവുമില്ലാത്ത വാളക്കുളം സഖാഫി ആയിരിക്കും അതിന്റെ പ്രസിഡന്റ്. തിരുമണ്ടൻ കൊട്ടുകരക്കാരൻ മജീദ് ആയിരിക്കും അതിന്റെ ജോയിന്റ് സെക്രട്ടറി. അതുപോലെയുള്ള ആളുകളായിരിക്കും, അതുപോലെ സിറാജ് വള്ളുവങ്ങാടിനെ പോലെയുള്ള അത്തരം ചില ആളുകളായിരിക്കും അതിന്റെ ട്രഷറർ സ്ഥാനത്തേക്കും മറ്റും തെരഞ്ഞെടുക്കപ്പെടുന്നത്. അവരെ കുറിച്ചും ഒരുപക്ഷെ മാളിയേക്കൽ സഖാഫിയെ പോലെയുള്ള ആളുകൾ വരും കാലങ്ങളിൽ വന്നു പറഞ്ഞേക്കാം, ഞങ്ങളുടെ കയ്യിൽ ആ കീറക്കടലാസ് ഉണ്ട്, അതല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ABCD ഉണ്ട് എന്നുള്ള രൂപത്തിൽ ഓരോ ഗീർവാണങ്ങൾ മുഴക്കിയേക്കാം. ഇത്രയും പരിതാപകരമായ ഗതികെട്ട അവസ്ഥയിൽ കേരളത്തിൽ ഇന്ന് വരെ ഒരു സംഘടനയോ പ്രസ്ഥാനമോ എത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അതിന്റെ 100ാം വാർഷികത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് അതിന്റെ അടിയന്തരത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. അത് ഭംഗിയായി നടത്താൻ, അത് പിരിച്ചുവിടാനുള്ള കാര്യങ്ങൾ ആലോചിക്കുക എന്ന് മാത്രമേ മാളിയേക്കൽ സഖാഫിയെ പോലെയുള്ള ആളുകളോട് പറയാനുള്ളൂ എന്ന് പറഞ്ഞ് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.